വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഒരു ക്ഷീണമുണ്ട് ശരിക്കും. അപ്പോൾ ഇന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാ. കഴിഞ്ഞ വട്ടം ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴത്തേനും വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊരു മിസ്സിങ് ഉണ്ട് എൻ്റെ വീഡിയോയിൽ. അപ്പം എന്താണെന്ന് ആലോചിച്ചിട്ടും ആദ്യം എനിക്ക് കിട്ടിയില്ല. പിന്നെയാണ് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ മനസ്സിലായത് എൻ്റെ വീഡിയോയുടെ ഓഡിയോ ക്വാളിറ്റി തീരെ അത്ര അങ്ങ് പോരായിരുന്നു. കാര്യം വേറെ ഒന്നുമല്ല, എനിക്ക് മൈക്കില്ലായിരുന്നു. ഞാൻ മൈക്ക് യൂസ് ചെയ്യാതെ ക്യാമറയിൽ നോക്കി ക്യാമറയുടെ സൗണ്ട് സിസ്റ്റത്തിലായിരുന്നു ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ നോർമലി ഞാൻ അങ്ങനെ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നി ഇനി ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഒരു മൈക്രോഫോൺ വാങ്ങാമെന്ന്. അങ്ങനെ മൈക്ക് വാങ്ങാമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ ഒരു ഷോർട്സ് ചെയ്തിട്ടു. ഒരു 300 സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയമായിരുന്നു. അപ്പം ഇപ്പോഴും ഇപ്പം അധികം കൂടുതലായിട്ടൊന്നും ഇല്ല. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ അതും കൂടെ ഒക്കെ പറയാം. അപ്പോൾ ഞാനൊരു ഷോർട്സ് ഇട്ടായിരുന്നു, ലൈക്ക് എനിക്കൊരു മൈക്ക് വാങ്ങിക്കണം, അപ്പം അതിനെക്കുറിച്ച് കുറച്ച് നോളജ് ഉള്ള ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ യൂട്യൂബ് എന്ത് ചെയ്തു, നോർമലി എൻ്റെ ഷോർട്സിന് ഒരു 1500 റേഞ്ചിൽ ഞാൻ ഇടുന്ന ഷോർട്സിന് വ്യൂസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഷോർട്സിന് ആ ഒരു വ്യൂസ് പോയിട്ട് ഒരു 200 വ്യൂസ് പോലും ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് എന്തായാലും യൂട്യൂബിൽ നിന്ന് ഇതിനൊരു സൊല്യൂഷൻ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷോപ്പിൽ നിയർ ബൈ ആയിട്ടുള്ള ഒരു ഷോപ്പിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ iPhone 14 Pro ആണ്. അപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ഐഫോൺസ് എല്ലാം സി ടൈപ്പിലോട്ട് കൺവേർട്ട് ആയപ്പോഴും ഈ ഒരു സീരീസിലുള്ള ഐഫോൺസിന് ലൈറ്റ്നിങ് ടൈപ്പ് ഓഫ് ചാർജറാണ്. അപ്പോൾ എനിക്ക് അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൈക്രോഫോൺ ആയിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ അതായിരുന്നു എനിക്ക് ഉണ്ടായുള്ള ഒരു ടാസ്ക്. അപ്പോൾ ഞാൻ ഷോപ്പിൽ പോയപ്പോൾ എനിക്ക് 2 എണ്ണം അവർ കാണിച്ചു തന്നു. ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഷോർട്സ് കാണാത്തവരൊന്ന് കാണണേ. അപ്പോൾ അത് എന്താ അവിടെ പോയപ്പോൾ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊന്നും എനിക്ക് അറിയാത്ത കാരണം ഞാനത് വാങ്ങിക്കാൻ അത്ര കോൺഫിഡൻ്റ് അല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ യൂട്യൂബിൽ കുറേ റിവ്യൂസ് കണ്ട് ഞാൻ വാങ്ങിച്ച സാധനമാണ് ഈ ബോയയുടെ ഈ ഒരു ബൈ V1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡൽ മൈക്ക്. ഇത് ഓൾറെഡി ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തോ. ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മൈക്കാണ് ഇപ്പോൾ ഈ യൂസ് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പോൾ ആ മൈക്ക് വന്നിട്ടുണ്ടായത് ഒരു 2 പീസായിട്ട്, ഒരു ട്രാൻസ്മിറ്ററും പിന്നെ ഈ ഒരു മൈക്കിൻ്റെ പീസും പിന്നെ മൈക്കിനെ ചാർജ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സി ടൈപ്പ് ചാർജറും അങ്ങനെയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ അതിൻ്റെ കൂടെ ഒരു ആസ് യൂഷ്വൽ ഒരു യൂസർ മാനുവലും ഉണ്ട്. അപ്പം ഈ ബോയ ഞാൻ യൂട്യൂബിൽ കുറേ റിവ്യൂസ് കണ്ടിട്ടാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇത് സ്പെഷ്യലായിട്ട് ഐഫോൺസ് ഐപാഡ് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ഇതിൽ ഐ തിങ്ക് ആ ലൈറ്റ്നിങ് ടൈപ്പ് ഓഫ് ചാർജർ യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കണം. ഇവരുടെ ഇതിൽ V10 വരെ സീരീസ് ഉണ്ട്. സി ടൈപ്പ് ചാർജർ ആയിട്ടുള്ള വോയിസ് ആയിരിക്കും ഇപ്പം കേൾക്കുന്നുണ്ടാവുക. ഇനി ഇതാണ് കേട്ടോ എൻ്റെ ട്രാൻസ്മിറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫോണിൻ്റെ ചാർജിങ് സോക്കറ്റിലാണ് യൂസ് ചെയ്യുക. ഇപ്പം കേട്ട വോയിസ് മൈക്ക് ഇല്ലാണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന വോയിസ് ആണ് ഇപ്പം കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ളൊരു എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു വീഡിയോ ലാസ്റ്റ് ഇട്ടൊരു വീഡിയോ ഞാൻ ഈ മൈക്ക് യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി കുറവ് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതുപോലെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഈ ഒരു ബിഗിനർ യൂട്യൂബറിന് ഇത് ആപ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ നമ്മളൊരു കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആസ് എ ബിഗിനർ യൂട്യൂബർ ദിസ് ഇസ് പക്ക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു മൈക്ക് നിങ്ങൾക്ക് ലൈറ്റ്നിങ് ടൈപ്പ് ഓഫ് ചാർജറാണ്, നിങ്ങൾക്ക് ഒരു നല്ല മൈക്കിനെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ലെങ്കിലും യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അത്ര തന്നെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. ഗൈസ്, വീഡിയോ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത്. ഞാൻ എൻ്റെ പ്രൈസ് പറഞ്ഞില്ല. എനിക്കിന്ന് 2,999 ആണ് പ്രൈസ് ആയത്. ഞാൻ ആമസോണിൽ നിന്നാണ് ഓൺലൈൻ വഴിയാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ലിങ്കും ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോമെൻറ്റ് ചെയ്താൽ മതിയേ.